السلام عليكم ورحمة الله. اليوم ندرس اللغة العربية. الدرس الثالث. الصدق نجاني. സത്യസന്ധത നമ്മെ സത്യസന്ധത എന്നെ രക്ഷിച്ചു. മുറാജഅത്തുൽ മുഹാളറത്തുൽ ഊല. ഒന്നാമത്തെ ലെക്ചറിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. കൂടുതലായി മനസ്സിലാക്കാൻ വേണ്ടി ഒന്നാമത്തെ ലെക്ചറിലേക്ക് നമുക്ക് പോവാം, മടങ്ങാം. ഇനി പറയുന്ന വാക്കുകൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. മുമ്പ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഇനി പറയുന്ന വാക്കുകൾ അവയുടെ എന്താണ് വെച്ചാൽ അവ എഴുതി അയക്കേണ്ടതാണ്. മഅനസ്സിദ്ഖ് എന്ന് വെച്ചാൽ സിദ്ഖ് എന്ന വാക്കിന്റെ അർത്ഥം. അത് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അത് എഴുതേണ്ടതാണ് നോട്ട്ബുക്കിൽ. ളിദ്ദു സിദ്ഖിൻ. സിദ്ഖ് എന്ന വാക്കിന്റെ വിപരീതം, ഓപ്പോസിറ്റ് എഴുതണം. മുറാദു നജ്ജ. നജ്ജ എന്ന വാക്കിന്റെ ഉദ്ദേശം, അത് മുറാദ് എന്ന് പറഞ്ഞിട്ട് അറബിയിൽ ഒരു സെന്റൻസ് നമ്മൾ പഠിച്ചതാണ്, അത് എഴുതേണ്ടതാണ്. മഅന ഖതീറ. ഖതീറ എന്ന വാക്കിന്റെ മീനിങ് എഴുതേണ്ടതാണ്. മഅന ലാബുദ്ദ. ലാബുദ്ദ എന്ന വാക്കിന്റെ അർത്ഥം. മിസാലു ഇസ്തിഅമാലി ലാബുദ്ദ മിൻ. ലാബുദ്ദ മിൻ എന്ന ആ ഫ്രേസ്, ആ ഉപയോഗം, അതിന്റെ ഉപയോഗത്തിന് ഒരു ഉദാഹരണം എഴുതേണ്ടതാണ്. അത് ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഉപയോഗം തന്നെ എഴുതിയാലും വിരോധമില്ല. ലാബുദ്ദ മിൻ എന്ന് വെച്ചിട്ടുള്ള ആ ഫ്രേസ് വെച്ചിട്ടുള്ള സെന്റൻസ് എഴുതേണ്ടതാണ്. മഅന തആഹദ. തആഹദ എന്ന വാക്കിന്റെ അർത്ഥം. മുളാരിഉ തആഹദ. തആഹദ എന്ന വാക്കിന്റെ അല്ലെങ്കിൽ എന്ന വെർബിന്റെ മുളാരിഅ, പ്രസന്റോ അല്ലെങ്കിൽ ഫ്യൂച്ചറോ ആയിട്ടുള്ള ഫോം. മുറാദു ഇൽത്തിസാം. മുറാദു ഇൽത്തിസാമി സിദ്ഖി. നമ്മൾ പഠിച്ച വാക്കാണ് ഇൽത്തിസാമു സിദ്ഖ്. ഇൽത്തിസാമു സിദ്ഖ് എന്ന ആ സെന്റൻസിന്റെ ഉദ്ദേശം നമ്മൾ അറബിയിൽ തന്നെ പഠിച്ചതാണ്, അത് എഴുതേണ്ടതാണ്. ജംഉ ദഹബുൻ. ദഹബുൻ സ്വർണം, അതിന്റെ പ്ലൂരൽ എഴുതേണ്ടതാണ്. മഅന ഇസ്തആന. ഇസ്തആന എന്ന വാക്കിന്റെ മീനിങ്. ഇസ്തിഅമാലു ഇസ്തആന ഫിൽ ജുംല. ഇസ്തആന എന്ന വാക്ക് വാചകത്തിൽ പ്രയോഗിക്കുക. അത് നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ വാക്കുണ്ട് അല്ലെങ്കിൽ സെന്റൻസ് ഉണ്ട്, അത് എഴുതിയാലും മതിയാകും. മഅന തഹറക. തഹറക എന്ന വാക്കിന്റെ അർത്ഥം. ജംഉ നഹർ. നഹർ എന്ന വാക്കിന്റെ പ്ലൂരൽ. നമ്മൾ നഹർ എന്ന് പറഞ്ഞാൽ യൗമു നഹറിൻ, 60 ദിവസം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നഹർ പറഞ്ഞാൽ കഴുത്ത്, കഴുത്തിന്റെ അറുക്കുന്ന ഭാഗത്തെയാണ് നഹർ എന്ന് പറയാ. യസ്തമിറു നസ്. ഇനി നമുക്ക് നസ്സിലേക്ക് തന്നെ മടങ്ങാം. നമ്മൾ നിർത്തിയവിടെ നിന്ന് ആരംഭിക്കാം. യസ്തമിറു നസ് എന്ന് പറഞ്ഞാൽ തുടരാം എന്നാണ്. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ട് ഒരു
കള്ളനെയും ആ കുട്ടിയെയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ കള്ളൻ ചോദിക്കുകയാണ്, നമ്മൾ നേരത്തെ പഠിച്ചു, ഉമ്മ തൻ്റെ മോനോട് പറഞ്ഞു, അവളുടെ മോനോട് പറഞ്ഞു, നീ സത്യം മാത്രം പറയാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവര് ആ മോൻ വിജ്ഞാനം ആർജിക്കാൻ വേണ്ടി യാത്ര പോവുകയാണ്. എങ്ങോട്ട്? മിസ്റിലേക്ക്. അങ്ങനെ മിസ്റിലേക്ക് യാത്ര പോകുന്ന മോന് 50 ദീനാർ സ്വർണം അവന് യാത്രാ ചെലവും എല്ലാത്തിനും വേണ്ടി ഉമ്മ നൽകിയിട്ടുണ്ട്. അങ്ങനെ അവൻ യാത്ര പോകുന്ന സമയത്ത് ഒരു കള്ളൻ അവനെ പിടികൂടി. അങ്ങനെ കള്ളൻ അവനോട് ചോദിക്കുകയാണ്, ഹൽ മഅക മാലുൻ യാ ഗുലാം, നിന്റെ അടുക്കൽ എന്തെങ്കിലും പൈസയുണ്ടോ മോനെ? മോനെ എന്നല്ല, യാ ഗുലാം എന്ന് പറഞ്ഞാൽ മോനെ എന്നാണ്. ഗുലാം കുട്ടി, മോനെ എന്നല്ല കുട്ടി. അപ്പൊ അവൻ പറഞ്ഞു, ഖംസൂന ദീനാറൻ, 50 ദീനാർ സ്വർണം ഉണ്ട് എന്ന് ആ കുട്ടി ആ കള്ളനോട് മറുപടി പറഞ്ഞു. പൊതുവെ കള്ളന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ നുണയായിരിക്കും പറയുക. പക്ഷെ ആ കുട്ടി സത്യസന്ധമായിട്ട് എന്ത് പറഞ്ഞു? അവന്റെ കയ്യിലുള്ള സംഖ്യ എത്രയാണെന്ന് പറഞ്ഞു. അജബൻ കൈഫ തഅതരിഫു ബിൽ മബ്ലഗി വനഹ്നു ലുസൂസുൻ. അവന്റെ മറുപടി കേട്ട് 50 ദീനാർ സ്വർണം അവന്റെ കയ്യിലുണ്ട്. സ്വർണം എന്ന് പറഞ്ഞാൽ അവന്റെ നാട്ടിൽ ഉപയോഗിക്കുന്ന നാണയമാണ് ദീനാർ. ദീനാർ എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണമാണ്. അപ്പോൾ അവൻ 50 ദീനാർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൊതുവെ ആരും അങ്ങനെ സത്യസന്ധമായിട്ട് മറുപടി പറയാറില്ല. അപ്പൊ ഈ കുട്ടി പറഞ്ഞപ്പോൾ കള്ളന് അത്ഭുതമായി. കൈഫ തഅതരിഫു ബിൽ മബ്ലഗ്, നീ എങ്ങനെയാണ് ഈ സംഖ്യ, ഈ തുക നിന്റെ കയ്യിലുണ്ട് എന്ന് സമ്മതിച്ചത്? വനഹ്നു ലുസൂസുൻ, ഞങ്ങൾ കള്ളന്മാരായിരിക്കെ നീ എങ്ങനെയാണ് ഈ ഒരു തുക നിന്റെ കയ്യിലുണ്ട് എന്ന് നീ സമ്മതിക്കുന്നത്? ലഖദ് ആഹദ്തു ഉമ്മി അലാ അലസ്സിദ്ഖി വഅഖാഫു അൻ അഖൂന അഹദഹ. ഞാൻ എൻ്റെ ഉമ്മയോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ സത്യസന്ധത പുലർത്തുമെന്ന് എന്ന് കള്ളനോട് മറുപടി പറഞ്ഞു. വഅഖാഫു, ഞാൻ ഭയപ്പെടുന്നു, അൻ അഖൂന അഹദഹ, എൻ്റെ ഉമ്മയോട് ഞാൻ ചെയ്ത പ്രോമിസിനെ ലംഘിക്കാൻ അല്ലെങ്കിൽ വഞ്ചിക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് കള്ളനോട് മറുപടി പറഞ്ഞു. ഇവിടെ നമ്മൾ പഠിച്ച ഒരു വാക്കാണ് മബ്ലഹ്, തുക. ജംഉഹു, അതിന്റെ പ്ലൂരൽ മബാലിഗ്. മബാലിഗ് എന്നാണ് തുക. രണ്ടും തുക എന്നാണ് മലയാളത്തിൽ ഉപയോഗിക്കുക. പക്ഷെ അറബിയിൽ മബ്ലഹ് എന്ന് പറഞ്ഞാൽ സിംഗുലറും മബാലിഗ് എന്ന് പറഞ്ഞാൽ പ്ലൂരലും. മസ്തുറു മിൻ ബലഗ, ബലഗ എന്ന വാക്കിന്റെ മസ്തുറു മീമി എന്ന മസ്തറാണ് മബ്ലഗ് എന്ന വാക്ക്, തുക. അൽ മബ്ലഗു, മബ്ലഗ് എന്ന് പറഞ്ഞാൽ മിഖ്ദാറു മിനൽ മാലി, സമ്പത്തിന്റെ അളവിനെയാണ് മബ്ലഗ് എന്ന് പറയുക, എന്ന് വെച്ചാൽ തുക. അപ്പോൾ കള്ളൻ പറഞ്ഞു, അവന്റെ മറുപടി കേട്ട്, സത്യസന്ധമായിട്ടുള്ള അവന്റെ മറുപടി കേട്ട് കള്ളൻ പറഞ്ഞു, തുബ്തു ഇലല്ലാഹ്, ഞാൻ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു മടക്കുന്നു. തുബ്തു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു. യഖാഫു അഹദ ഉമ്മിഹി, ആ മോൻ, ആ കുട്ടി അവന്റെ ഉമ്മയുടെ പ്രോമിസിനെ ഭയപ്പെടുന്നു. വനഹ്നു ലാ നഖാഫുല്ലാഹ, ഞങ്ങളായിക്കോട്ടെ അള്ളാഹുവിനെ ഭയപ്പെടുന്നുമില്ല. പക്ഷെ ആ കുട്ടി ഉമ്മയോട് ചെയ്ത പ്രോമിസ് വരെ ഭയപ്പെടുന്നു. സഅറുദ്ദു ഇലന്നാസി അംവാലഹും, ജനങ്ങൾക്ക് അവരുടെ സമ്പത്ത് ഞാൻ മടക്കി നൽകും എന്ന് കള്ളൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അൽഹംദുലില്ലാ, അല്ലാഹുവിന് സ്തുതി, അസ്ദിഖു നജ്ജാനി, സത്യസന്ധത എന്നെ രക്ഷിച്ചു. ഈ വാക്കാണ് നമ്മൾ ഈ പാഠത്തിന്റെ ടൈറ്റിലായിട്ട് കാണുന്നത്. അസ്ദിഖു നജ്ജാനി, സത്യസന്ധത എന്നെ രക്ഷിച്ചു.
ആ മുമ്പ് ഈ കള്ളൻ പറഞ്ഞ വാക്കാണ് തുബ്തു. ആ തുബ്തു എന്ന വാക്ക് താബ എന്ന വാക്കാണ്. താബ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ചു. ഫീൽ അത് വെർബാണ്. താബ താബ ഇല എന്നാണ് അതിന്റെ യഥാർത്ഥ ഉപയോഗം. യതൂബു അതിൽ മുലാരി ആയ വെർബാണ്. മുലാരി എന്ന പ്രസന്റ് ഓർ ഫ്യൂച്ചർ ഓർ ടെൻസ്. തുബ് അതും ഫീലുൽ അംർ നമ്മൾ പഠിച്ചു, കൽപ്പന ക്രിയയാണ്. തൗബൻ തൗബത്തൻ പശ്ചാത്താപം മസ്തറാണ്. ഫഹുവ താഇബുൻ. താഇബുൻ എന്ന് പറഞ്ഞാൽ ഫായിലാണ്, പശ്ചാത്തപിക്കുന്നവൻ. താഇബുൻ മഫ്ഊല് മതൂബുൻ ഇലൈഹി, പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ, മടങ്ങപ്പെട്ടവൻ എന്ന് വെച്ചാൽ അള്ളാഹുലേക്കാണ് അവൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നത്. മുറാദുഹു ഈ താബ എന്ന വാക്കിന്റെ ഉദ്ദേശം റജഅ അനിൽ മഅസിയ്യ, പാപത്തിൽ നിന്നും മടങ്ങുക എന്നതാണ് താബ എന്ന വാക്കിന്റെ മുറാദ്, ഉദ്ദേശം. റജഅ അനിൽ മഅസിയ്യ, പാപത്തിൽ നിന്നും മടങ്ങുക. വമൻ താബ വ അമില സ്വാലിഹിൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. ഇത് വിശുദ്ധ ഖുർആനിലുള്ള ആയത്താണ്. ലഖദ് തുബ്തു ഇലല്ലാഹി, അള്ളാഹുലേക്ക് കള്ളൻ പറയുകയാണ്, അള്ളാഹുലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു. ബിസബബി ഖൗലിക സ്ദിഖ്, സത്യസന്ധമായ നിന്റെ വാക്കുകേട്ട്, വാക്കുകാരണത്താൽ, നിന്റെ സംസാരം കാരണത്താൽ ഞാൻ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി. അപ്പൊ കുട്ടി പറഞ്ഞു, ലില്ലാഹിൽ ഫദ്ലു മിൻ ഖബലു വമിൻ ബഅദു, ഇതിനു മുമ്പും ഇതിനു ശേഷമുള്ള ശ്രേഷ്ഠത അള്ളാഹുവിന് മാത്രമാകുന്നു. ലഖദ് കുൻത കബീറനാ ഫീ ഖത്ഇ ത്വരീഖ് ഫസിർത കബീറനാ ഫി തൗബ. അപ്പൊ കള്ളൻ മറ്റുള്ള അയാളുടെ കള്ളന്മാരായിട്ടുള്ള മറ്റുള്ളവരോട് പറയുന്നതിന് മുമ്പ് മറ്റുള്ള കള്ളന്മാർ വലിയ കള്ളനോട് പറഞ്ഞു, ലഖദ് കുൻത, താങ്കളായിരുന്നു, കബീറന, ഞങ്ങളിലെ ഏറ്റവും മുതിർന്ന ആൾ, ഫീ ഖത്ഇ ത്വരീഖ്, വയസ്സിൽ ഏറ്റവും പ്രായം ചെന്ന താങ്കൾ എന്ന് വഴിയിൽ പിടിച്ചുപറിക്കാരനായിട്ട്, കള്ളനായിട്ട് വഴിയിൽ പതിയിരുന്ന് ഒളിച്ചിരുന്നു കൊണ്ട് വഴിയാത്രക്കാരിൽ നിന്നും അവരുടെ സമ്പത്തുകൾ കൊള്ളയടിക്കുന്ന ആളായിരുന്നു താങ്കൾ. ഫസിർത കബീറന ഫി തൗബ, പക്ഷേ ഇപ്പോൾ താങ്കൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയിരിക്കുന്നു. നസ്അലുല്ലാഹ്, അപ്പൊ കള്ളൻ, വലിയ മുതിർന്ന കള്ളൻ പറഞ്ഞു, നസ്അലുല്ലാഹ്, അള്ളാഹുവിനോട് ഞങ്ങൾ ചോദിക്കുന്നു, അൻ നകൂന മിന സിദ്ദീഖീൻ മിസ്ല ഹാദൽ ഗുലാമി, ഈ കുട്ടിയെ പോലെ സത്യം മാത്രം പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളാകാൻ അള്ളാഹുവിനോട് തേടുന്നു. ഖത്ഉ ത്വരീഖ് എന്ന് വെച്ചാൽ ആ വാക്കാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. മുറാദുഹു, അതിന്റെ ഉദ്ദേശം തലസ്സുസു ഫി ത്വരീഖ്, വഴിയിൽ മോഷണം നടത്തുക എന്ന് വെച്ചാൽ, വഴിയിൽ മോഷണം നടത്തുക എന്നാൽ വഴിയാത്രക്കാരിൽ നിന്നും ആ വഴിയിൽ ഒളിച്ചിരുന്നുകൊണ്ട് അവരെ ആയുധം കാട്ടി ഭയപ്പെടുത്തിക്കൊണ്ട് മോഷണം നടത്തുക. നക്തഷിഫു കലിമാത്തിൻ ലിമകാരിമിൽ അഖ്ലാഖ്, സ്തുത്യർഹമായ ഉന്നതമായ സ്വഭാവങ്ങൾക്കുള്ള പദങ്ങളെ നമുക്ക് കണ്ടെത്താം. എന്ന് വെച്ചാൽ നല്ല സൽസ്വഭാവം, അതുപോലുള്ള സ്വഭാവ ഗുണങ്ങളുടെ പദങ്ങൾ നമുക്ക് ഇവിടെ കണ്ടെത്താം. ബിർ, നന്മ, അതാണ് നല്ല സ്വഭാവത്തിന്റെ പദം. സിദ്ഖ്, സത്യസന്ധത, നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിച്ചൊരു വാക്കാണ് സിദ്ഖ്. യഹ്സാൻ, നന്മ.
അമാനത്ത് വിശ്വസ്തത. അസ്വബർ ക്ഷമ. അൽ ഖനാഅത്ത് തൃപ്തി. റിള അരിള തൃപ്തി. അൽ അദ്ൽ നീതി. അൽ ഹയാ ലജ്ജ തിന്മ ചെയ്യുമ്പോഴുണ്ടാവുന്ന ലജ്ജ. അശുക്ർ നന്ദി. അൽ വഫാഉ കരാർ പൂർത്തീകരിക്കൽ. അൽ മുസാഅദത്തു സഹായം ചെയ്യൽ. അത്തവാളു വിനയം. അത്തആവുൻ സഹായിക്കൽ. അത്തസാമുഹ് വിട്ടുവീഴ്ച ചെയ്യൽ. ഫിഅലുൽ ഖൈരി നന്മ ചെയ്യൽ. അൽ ബുഅദു അശ്ശർറു തിന്മയിൽ നിന്നും വിട്ടുനിൽക്കൽ. ത്വാഅത്തുൽ വാലിദൈൻ മാതാപിതാക്കളെ അനുസരിക്കൽ. ഹിഫ്ളു സിർരി രഹസ്യം സൂക്ഷിക്കൽ. അൽ ബുഅദു അനിൻ നമീമത്തി വൽ ഗീബത്തി വശതുമിൻ നാസ് ഏഷണിയിൽ നിന്നും പരദൂഷണത്തിൽ നിന്നും ജനങ്ങളെ ചീത്ത പറയുന്നതിൽ നിന്നും അകന്നു നിൽക്കൽ വിട്ടുനിൽക്കൽ. ഇപ്പൊ പറഞ്ഞ വാക്കുകളെല്ലാം എന്താണ്? നമ്മുടെ മക്കാരിമുൽ അഖ്ലാഖ് എന്ന് വെച്ചാൽ സ്തുത്യർഹമായ സൽസ്വഭാവത്തിന്റെ ഉന്നത ഗുണങ്ങളുടെ പദങ്ങൾ ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ആ പദങ്ങളെല്ലാം നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവേണ്ടതാണ്. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.